Welcome back, my dear students, on a new lecture on matrix theory. So, in the previous lecture, we have discussed about elementary transformation. The main objective was to find the rank of a matrix using some sort of techniques other than finding the determinant. നമ്മളുടെ നമ്മൾ എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ ഡിസ്കസ് ചെയ്തതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു മെട്രിക്സിന്റെ റാങ്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡിറ്റർമിനന്റിന്റെ ടേംസിലാണ്. ഓക്കെ, പക്ഷേ വലിയ ഓർഡേഴ്സ് ഉള്ള മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നത് TDS ആയ ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും എളുപ്പമാർഗത്തിലൂടെ റാങ്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്തത്. നൗ ഇൻ ദിസ് വീഡിയോ we will discuss some techniques by which we can find the rank of a matrix, okay, using elementary transformation. നമുക്ക് പ്രധാനമായിട്ടും എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ട് റാങ്ക് കണ്ടുപിടിക്കാൻ രണ്ട് ഡിഫറെൻറ്റ് ടെക്നിക്സ് ആണ് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് നോർമൽ ഫോം. ഓക്കെ, ഇങ്ങനൊരു നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ഈസിലി ഒരു മെട്രിക്സിന്റെ റാങ്ക് കണ്ടുപിടിക്കാൻ പറ്റും യൂസിങ് എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ. സെക്കൻഡ് വൺ ഈസ് റോ ഇക്വലന്റ് കാനോണിക്കൽ ഫോം. കാനോണിക്കൽ മെത്തേഡ് ഓർ ഫോം. ഓക്കെ, സോ നമ്മൾ ഇത് രണ്ടും മെട്രിക്സിന്റെ ഫോംസ് ആണ്. ഓക്കെ, നമ്മൾ ഈ രണ്ടിനെയും ഓൾറെഡി നമുക്ക് തന്നിരിക്കുന്ന ഒരു മെട്രിക്സിനെ നമ്മൾ എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്ന ഒരു പുതിയ ടൈപ്പ് ഓഫ് മെട്രിക്സിനെയാണ് ശരിക്കും പറഞ്ഞ നോർമൽ ഫോം എന്നും റോ ഇക്വലന്റ് കാനോണിക്കൽ ഫോം എന്നോ മെത്തേഡ് എന്നോ മെട്രിക്സ് എന്നോ പറയാം. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കൺവേർഷനാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നോർമൽ ഫോമിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കീപ് ഇൻ മൈൻഡ് ദാറ്റ് elementary transformation does not affect the rank of a matrix. Okay, or the important point is rank of a matrix is invariant, meaning it does not change under elementary transformation. Okay, this is the idea. സോ ഈ ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. അപ്പം നമ്മൾ എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ നടത്തി ഒരു മെട്രിക്സിനെ ഈ ഫോമിലോട്ടോ അല്ലെങ്കിൽ ഈ ഫോമിലോട്ടോ കൊണ്ടുവന്നാലും അതിന്റെ റാങ്കിന് ചേഞ്ച് ഉണ്ടാവില്ല. ഈ രണ്ട് ഫോമും മെട്രിക്സിന്റെ സിമ്പിൾ ഫോംസ് ആണ്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് നോർമൽ ഫോം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. നോർമൽ ഫോം ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് കൺസിഡർ an m by n matrix. An m by n matrix. ഈ മെട്രിക്സിന്റെ ഫോം let's say some IR എന്ന് വെച്ചാൽ R/R ഓർഡറിലുള്ള ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. 0, ബാക്കി എല്ലാ എൻട്രീസും 0 ഇങ്ങനെയാണെന്ന് വെച്ചോളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ മെട്രിക്സിന്റെ റാങ്ക് എന്ന് പറയുന്നത് റാങ്ക് ഓഫ് A ഈസ് ആക്ച്വലി R. കാരണം ഇവിടെ നമുക്ക് ഡിറ്റർമിനന്റ് നോൺ സീറോ ആകുന്ന ഒരേ ഒരു മെട്രിക്സേ ഉള്ളൂ, വിച്ച് ഈസ് ദ ഐഡന്റിറ്റി മെട്രിക്സ് IR. ഓക്കെ, അത് ഐഡന്റിറ്റി മെട്രിക്സിന്റെ റാങ്ക് ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 1 ആണ്. സോ ആ മെട്രിക്സിന്റെ മാത്രമേ ഡിറ്റർമിനന്റ് നോൺ സീറോ ആകത്തുള്ളൂ. ബാക്കി അതിനെക്കാട്ടിലും ഗ്രേറ്റർ ആയിട്ടുള്ള ഏതൊരു മെട്രിക്സ് എടുത്താലും അതിന്റെ ഡിറ്റർമിനന്റ് 0 ആയിട്ടേ വരത്തുള്ളൂ. സോ റാങ്ക് ഓഫ് A ഷുഡ് ബി ഈക്വൽ ടു R. അപ്പൊ നമുക്കൊരു മെട്രിക്സിനെ ഈ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്താൽ IR 0 0 0 എന്നുള്ള ഫോമിലേക്ക്, വേർ IR ഇസ് ദ ഐഡന്റിറ്റി മെട്രിക്സ്, ഈ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്താൽ ആ മെട്രിക്സിന്റെ റാങ്ക് R ആണ്. ദിസ് ഈസ് ദ ഫസ്റ്റ് ഒബ്സർവേഷൻ. എക്സാമ്പിൾ ഈസ് 1 0 0 1 0 0. ഓക്കെ, ഇങ്ങനെ ഒരു മെട്രിക്സ് എടുത്തു. ഇതിൻ്റെ അകത്തെ ഈ ഭാഗം, ഈ ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ഈ ഇൻസൈഡ് പാർട്ട് ഈസ് ആക്ച്വലി I2 2/2 ഐഡന്റിറ്റി മെട്രിക്സ് ആണ് ഇത്. ഇതിനെ എല്ലാം കൂടെ നമുക്ക് 0 എന്ന് എഴുതിയാൽ ദിസ് ഈസ് ആക്ച്വലി I2 0 എന്നുള്ള ഫോമാറ്റ് വരും. ഓക്കെ, സോ ഇവിടെ ഈ I2 അതായത് ഐഡന്റിറ്റി മെട്രിക്സിൽ മാത്രമേ ഡിറ്റർമിനന്റ് നോൺ സീറോ ആകത്തുള്ളൂ. ഓക്കെ, സോ ഡിറ്റർമിനന്റ് ഓഫ് I2 is equal to 1, which is non-zero. So which means ഇതിന്റെ റാങ്ക്
ഞാൻ ഇതിനെ എ ഡാഷ് എന്ന് കൊടുക്കുകയാണെങ്കിൽ റാങ്ക് ഓഫ് എ ഡാഷ് ഈസ് ആക്ച്വലി ദ ഓർഡർ ഓഫ് ദ 2 by 2 മെട്രിക്സ്. ഓർഡർ ഓഫ് ദ 2 by 2 മെട്രിക്സ് ഈസ് 2. റാങ്ക് ഈസ് ആക്ച്വലി 2. സോ ഒരു മെട്രിക്സിനെ ഈ ഫോമിലാക്കിയാൽ ഇറ്റ്സ് റാങ്ക് ഈസ് ഈസി ടു ഫൈൻഡ്. ഓക്കെ, സോ ഇങ്ങനെ നമ്മളൊരു ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഫോർമാറ്റിലോട്ട് ഒരു മെട്രിക്സിനെ കൺവേർട്ട് ചെയ്താൽ ആക്ച്വലി ദ റാങ്ക് ഷുഡ് ബി ആക്ച്വലി ക്വൈറ്റ് സിമ്പിൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് അതാണ്. അപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് ഇഫ് എ മെട്രിക്സ്, let's say A, okay, is of the form, okay, നമുക്ക് എഴുതാം IR 0 0 0 ഇങ്ങനെ ഒരു ഫോമിൽ എഴുതാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് 1 0 0 1 0 0 0 0 0 ഈ മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തെ ഭാഗം, ഇത്രയും ഭാഗം ഈസ് ആക്ച്വലി I2. ഇത്രയും ഭാഗത്തെ നമുക്ക് 0 എന്ന് എഴുതാം. ഇത്രയും ഭാഗത്തെ വീണ്ടും 0 മെട്രിക്സ്, ഇതിനെ 0 മെട്രിക്സ് എന്ന് എഴുതിയാൽ ദിസ് ഈസ് ആക്ച്വലി I2 0 0 0 എന്നുള്ള ഫോമിലാണ്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ഈ മെട്രിക്സിന്റെ റാങ്ക് എന്ന് വെച്ചാൽ 2 ആണ്. കാരണം ഇവിടുത്തെ ഈ 2 by 2 ഐഡന്റിറ്റി മെട്രിക്സിനെ മാത്രമേ ഡിറ്റർമിനന്റ് നോൺ സീറോ ആകത്തു. ഓക്കെ, സോ ഈ ഫോമിൽ വന്നാൽ ആ മെട്രിക്സിന്റെ റാങ്ക് 2 ആണ്. അല്ലെങ്കിൽ ഇവിടെ IR ആയാൽ അതിന്റെ റാങ്ക് 6 ആണ്. അല്ലെങ്കിൽ വേറൊരു ഫോർമാറ്റ് IR 0 എന്നുള്ളൊരു ഫോർമാറ്റ് വരികയാണ്. ഓക്കെ, നമ്മൾ തൊട്ട് മുമ്പേ ഡിസ്കസ് ചെയ്താണ് ഇതിന്റെ എക്സാമ്പിൾ 1 0 0 1 0 0. ഇവിടെയും നമുക്ക് ഈ മെട്രിക്സിനെ I2 എന്ന് എഴുതാം. ഈ മെട്രിക്സിനെ 0 എന്ന് എഴുതിയാൽ ദിസ് ഈസ് ആക്ച്വലി ഓഫ് ദ ഫോം I2 0. സോ ഇതിന്റെ റാങ്ക് 2 ആണ്. ഓക്കെ, another way is IR 0, കോളം മെട്രിക്സ് ആയിട്ട് IR 0, ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ ആർ 0. ഇതിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ 1 0 0 1 0 0 ഇങ്ങനെ ഒരു മെട്രിക്സ് ആണ് വരുന്നതെങ്കിൽ ഇവിടുത്തെ ഫസ്റ്റ് ഇത് I2, താഴത്തേത് വരുന്നത് 0. 0 ഉദ്ദേശിക്കുന്നത് ആ മെട്രിക്സിന്റെ എല്ലാ എൻട്രീസും 0 ആണ്. സോ ദിസ് ഈസ് ഓഫ് ദ ഫോം, നമുക്കിതിനെ എഴുതിയാൽ I2 0 എന്നുള്ള ഫോമിലാണ്. ഇവിടെയും റാങ്ക് 2 ആണ്. അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി മെട്രിക്സ് ഐഡന്റിറ്റി ആണെങ്കിൽ ഇങ്ങനെയാണ് നമ്മുടെ മെട്രിക്സ് എങ്കിൽ, ഓക്കെ, സോ ദാറ്റ് ഈസ് 1 0 0 1 ഇങ്ങനെയാണ് നമ്മുടെ മെട്രിക്സ് എങ്കിൽ ദിസ് ഈസ് ആക്ച്വലി I2. സോ ദീസ് ആർ ദ എക്സാമ്പിൾസ്. അപ്പോൾ നമ്മുടെ മെട്രിക്സ് ഇതിലേതെങ്കിലും ഒരു ഫോർമാറ്റിലാണെങ്കിൽ, ഒരു ഐഡന്റിറ്റി മെട്രിക്സ് അതിൻ്റെ റൈറ്റ് സൈഡിൽ മൊത്തം 0, താഴത്തെ എൻട്രീസ് മൊത്തം 0. ഒരു ഐഡന്റിറ്റി മെട്രിക്സ് അതിൻ്റെ റൈറ്റ് സൈഡിലെ മൊത്തം എൻട്രീസും 0. ഒരു ഐഡന്റിറ്റി മെട്രിക്സ് അതിൻ്റെ താഴത്തെ എൻട്രീസ് എല്ലാം 0. അല്ലെങ്കിൽ ഒരു ഐഡന്റിറ്റി മെട്രിക്സ് മാത്രം. ഇങ്ങനെ ഏതെങ്കിലും ഫോമിലാണെങ്കിൽ ഈ മെട്രിക്സിന്റെ എല്ലാ റാങ്ക് ഓഫ് ഓൾ ദിസ് മെട്രിക്സ്, ഇതിൻ്റെ ഏതെങ്കിലും ഫോർമാറ്റിലാണെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെ റാങ്ക് ഈ ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഓർഡർ ആണ്. ദിസ് ഈസ് ദ ഫസ്റ്റ് ഒബ്സർവേഷൻ വിച്ച് വി ക്യാൻ ഗെറ്റ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമുക്കൊരു മെട്രിക്സിനെ ഇതിലേതെങ്കിലും ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്താൽ, ഈ 4 ഫോർമാറ്റിൽ ഏതെങ്കിലും ഒരു ഫോർമാറ്റിലോട്ട് നമ്മളൊരു മെട്രിക്സിനെ കൺവേർട്ട് ചെയ്താൽ ആ മെട്രിക്സിന്റെ റാങ്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഓർഡർ ആണ് അതിന്റെ റാങ്ക് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ക്വൈറ്റ് ഈസി. നമ്മൾ ഡിറ്റർമിനന്റ് ഒന്നും കണ്ടുപിടിച്ചില്ല. സോ ഇഫ് അറ്റ് ഓൾ വി ആർ ഏബിൾ ടു കൺവേർട്ട് എ ഗിവൺ മെട്രിക്സ് into any of this form, the rank is easy to find. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മെട്രിക്സിനെ എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഈ 4 ഫോമിലോട്ട് മാറ്റുക. ദിസ് ഈസ് ഫോം നമ്പർ 1, ദിസ് ഈസ് സെക്കൻഡ് ഫോം, ദിസ് ഈസ് ദ തേർഡ് ഫോം, ദിസ് ഈസ് ദ ഫോർത്ത് ഫോം. ഓക്കെ, സോ ഇഫ് അറ്റ് ഓൾ വി കൺവേർട്ട് a matrix into any of the forms 1 to 4, the rank is easy to find. Okay, അപ്പോൾ ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്.
അപ്പം നമ്മൾ ഒരു മെട്രിക്സിനെ എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ട് ഈ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. സോ എങ്ങനെയാണ് ഇത് കൺവേർട്ട് ചെയ്യുന്നത്? യൂസിങ് വാട്ട്? എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ. സോ എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ട് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അതിന്റെ ഫോം ഐഡന്റിറ്റി മെട്രിക്സ് 0 0 0 അല്ലെങ്കിൽ റേഞ്ച് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇങ്ങനെയുള്ള ഫോമിലേക്ക് ഒരു മെട്രിക്സിനെ മാറ്റുന്നതിനെയാണ് വി കോൾ ഇറ്റ് ആസ് നോർമൽ ഫോം. ഓക്കെ. സോ നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ലെറ്റ് m by n matrix A be an m by n matrix. If using elementary transformation, let's call this ET. If it is transformed into one among the form 1 2 3 4. Okay. So ഈ 4 ഫോമിൽ ഏതെങ്കിലും ഒരു ഫോമിലോട്ട് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റിയാൽ അതിന്റെ റാങ്ക് കണ്ടുപിടിക്കുക എളുപ്പമാണ്. ഈ 4 ഫോമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോർമൽ ഫോം ഓഫ് എ മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. So given an m by n matrix using elementary transformation, if at all the matrix is transformed into any of the forms 1 2 3 4, these 4 forms are called the normal form. അപ്പോൾ ഒരു മെട്രിക്സിന്റെ നോർമൽ ഫോം എന്ന് വെച്ചാൽ ആ മെട്രിക്സിന്റെ ഒന്നുകിൽ ആ ഫോം ഐഡന്റിറ്റി മെട്രിക്സ് 0 0 0 0, IR 0 അല്ലെങ്കിൽ IR 0 IR, ഈ 4 ഫോമുകളിനെയാണ് നമ്മൾ നോർമൽ ഫോം എന്ന് വിളിക്കുന്നത്. എന്തിനാണ് നമ്മൾ നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്താൽ ആ മെട്രിക്സിന്റെ റാങ്ക് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് അണ്ടർനീത്ത് ആയിട്ടുള്ള ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഓർഡർ ആണ്. ഓക്കെ. സോ ദിസ് ഈസ് ദ ഐഡിയ. സോ നോർമൽ ഫോം ഓഫ് എ മെട്രിക്സ്, ഇഫ് എ മെട്രിക്സ് ഈസ് ഓഫ് ദ ഫോം any of the 1 2 3 4, these 4 forms, such a matrix are called normal form. Okay. So normal form means, let A be an n by n matrix if A is of the form 1 IR 0 0 0 or IR 0, IR is identity matrix, or IR 0 or completely IR, the matrix is in normal form. So ഇത് കണ്ടുപിടിക്കുന്നതിന്റെ ഒബ്ജക്റ്റീവ് ഇത് വെച്ച് റാങ്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഓക്കെ. സോ നമ്മൾ എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ റാങ്ക് കണ്ടുപിടിക്കുന്നത്. സോ ലെറ്റ് us discuss some problems. ഇതിന്റെയുമായി റിലേറ്റ് ചെയ്ത ഒരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. So the question, reduce the matrix 0 1 2 4 0 0 1 3 0 0 0 0 into normal form and find its rank. അപ്പോൾ ഈ മെട്രിക്സിനെ നമ്മൾ നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ. നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് വെച്ചാൽ അതിനെ ഐഡന്റിറ്റി മെട്രിക്സിലോട്ടാക്കുക. ഓക്കെ. സോ കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് നമ്മൾ സാധാരണയായിട്ട് ഐഡന്റിറ്റി മെട്രിക്സ് എടുക്കുമ്പോൾ ദ ഫസ്റ്റ് എൻട്രി ഷുഡ് ബി 1. ഓക്കെ. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഇവിടെ ഫസ്റ്റ് എൻട്രി 0 ആണ്, ഫസ്റ്റ് എൻട്രി 1 ആക്കണം. ഓക്കെ. 1 ആക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നുകിൽ ഇന്റർചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻട്രീസ് കൊണ്ട് വേറൊരു റോയ്ക്കകത്ത് എൻട്രീസ് കൊണ്ട് ആഡ് ചെയ്യാം. ദിസ് ഈസ് ദ തിങ്സ് വിച്ച് വി ക്യാൻ ഡു. കാരണം എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ദ ഫസ്റ്റ് എൻട്രി in the first row should be 1. ഓക്കെ. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. സോ ഇവിടെ ഈ ഫസ്റ്റ് എൻട്രി 1 ആകണമെങ്കിൽ നമുക്ക് 2 സിമ്പിൾ കാര്യങ്ങൾ ചെയ്യാം. ഒന്നുകിൽ ഈ കോളവും
ഈ കോളവും നമുക്ക് ഇന്റർചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഈ കോളത്തെ ഈ കോളവുമായിട്ട് ആഡ് ചെയ്യാം, രണ്ട് വേണമെങ്കിലും ചെയ്യാം. സോ ഫോർ ഐ വിൽ കൺസിഡർ ഇന്റർചേഞ്ചിങ്. സോ ദിസ് ഈസ് മെട്രിക്സ് A. So this matrix is equivalent to A is equivalent to നമ്മൾ ഇന്റർചേഞ്ച് ചെയ്തു C12. ഓക്കെ, C1ഉം C2 നമ്മൾ ഇന്റർചേഞ്ച് ചെയ്തു. ഓക്കെ, സോ C2 ഫസ്റ്റ് കോളമായി 1 0 0, നെക്സ്റ്റ് ഈസ് 0 0 0 2 4 1 3 0 0. The next thing which we want to do is നമ്മൾ ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഫസ്റ്റ് എൻട്രി ആയി. ഇനി ഐഡന്റിറ്റി മെട്രിക്സിന്റെ പ്രത്യേകത എന്താണ്? ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഒരു എൻട്രി 1 ആണെങ്കിൽ ആ എൻട്രി കണ്ടെയ്ൻ ചെയ്യുന്ന കോളത്തിലെ ബാക്കി എല്ലാ എലമെന്റ്സും റോസിലെ ബാക്കി എല്ലാ എലമെന്റ്സും 0 ആയിരിക്കണം. സോ ദാറ്റ്സ് ദ നെക്സ്റ്റ് തിങ് വിച്ച് വി വാണ്ട് ടു ഡു. ഓക്കെ, സോ ഓൾ ദി അതർ എൻട്രീസ് in the row and column containing 1 should be 0. കാരണം നമ്മൾ ഐഡന്റിറ്റി മെട്രിക്സ് എടുക്കുമ്പോൾ ഇപ്പോൾ 1 0 0 0 1 0 0 0 1, ഈ 1 എടുത്തു കഴിഞ്ഞാൽ 1 കണ്ടെയ്ൻ ചെയ്യുന്ന റോസിൻ്റെ അകത്തെ ബാക്കി എല്ലാ എൻട്രീസും 0 ആണ്, അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന കോളത്തിൻ്റെ അകത്തെ ബാക്കി എല്ലാ എൻട്രീസും 0 ആണ്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് എൻട്രി 1 ആക്കി കഴിഞ്ഞു. സോ ദ നെക്സ്റ്റ് തിങ് വിച്ച് വി ഷുഡ് ബി ഡൂയിങ് ഈസ് കൺവേർട്ടിങ് ഓൾ ദി അതർ എൻട്രീസ് കണ്ടെയ്നിങ് ദ എലമെന്റ് 1 ഷുഡ് ബി ആസ് 0. ഓക്കെ, ഇതിനെല്ലാം നമ്മൾ 0 ആക്കണം. അപ്പം ഇവിടെ 1 കണ്ടെയ്ൻ ചെയ്യുന്ന കോളത്തിലെ എല്ലാ എൻട്രീസും 0 ആണ്. ഓക്കെ, ഇനിയും 1 കണ്ടെയ്ൻ ചെയ്യുന്ന റോസിലെ എൻട്രീസ് നമ്മൾ എന്താക്കണം? 0 ആക്കണം. സോ ദാറ്റ്സ് അവർ ഒബ്ജക്റ്റീവ്. 1 കണ്ടെയ്ൻ ചെയ്യുന്ന റോസിലെ എൻട്രീസ് നമ്മൾ 0 ആക്കണം. ഇനി 1 കണ്ടെയ്ൻ ചെയ്യുന്ന റോസിലെ എൻട്രീസ് നമ്മൾ 0 ആക്കാൻ വേണ്ടി നമ്മൾ സാധാരണയായിട്ട് ഈ 1 വെച്ചിട്ടാണ് നമ്മൾ താഴത്തെ എൻട്രീസും 0 ആക്കുന്നത്, ഈ സൈഡിലെ എൻട്രീസും 0 ആക്കുന്നത്. കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മുടെ മെട്രിക്സ് വിച്ച് വാസ് 1 0 0 0 0 0 2 1 3 2 1 0 4 3 0. ദിസ് വാസ് അവർ മെട്രിക്സ്. അപ്പോൾ ഇതിൻ്റെ താഴത്തെ എൻട്രീസ് എല്ലാം 0 ആണ്. ഇനിയും ഈ എൻട്രി 0 ആണ്. ഓക്കെ, ദിസ് എൻട്രി ഷുഡ് ബി 0, ദിസ് എൻട്രി ഷുഡ് ബി 0. ഈ എൻട്രി 0 ആകാൻ വേണ്ടി ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതുമായിട്ട് കുറച്ചാൽ മതി. ഓക്കെ, സോ ഇതെന്ന് വെച്ചാൽ ദിസ് ഈസ് C1. അപ്പോൾ C1 എന്നുള്ള റോയെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കുറയ്ക്കണം. എന്ന് വെച്ചാൽ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്താലും മതി. ഓക്കെ, സോ C3 should be changes to C3 minus 2C1. ഓക്കെ, അങ്ങനെയാകുമ്പോൾ ഈ എൻട്രി -2 പ്ലസ് -2 becomes 0. അതുപോലെ തന്നെ C4 should be changes to C4. ഇത് 4 ആണ്, ഇത് -4 ആയി ആഡ് ചെയ്താൽ മതി. അപ്പോൾ C4 minus 4 C1 ചെയ്ത് കഴിഞ്ഞാൽ ഇത് is easy to convert. Okay, so this is, by our representation, this is actually C31 minus 2. This is C41 minus 4. This is what we have done. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ the corresponding matrix should be, okay, അപ്പോൾ ഈ എൻട്രി 1 0 0, ഇത് ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല. ദിസ് എൻട്രി becomes 2 minus 2 becomes 0. Here also 1 minus ബാക്കി എല്ലാ എൻട്രീസിനും കറസ്പോണ്ടിങ് ചേഞ്ച് ഉണ്ടാകണം. സോ ഇവിടെ C3 1 minus 2 into 0. minus 2 into 0. 1 minus -2 into 0 is 1. Here also 0 minus 0 into -2, which is 0. 4 minus 4, which is 0. 3
3 minus 4 into 0, which is 3. 0 minus 4 into 0, which is 0. ഇങ്ങനെ മെട്രിക്സിലേക്ക് ട്രാൻസ്ഫോം ചെയ്യും. ഓക്കെ, സോ നമ്മൾ 1 കണ്ടെയ്ൻ ചെയ്യുന്ന റോസിൻ്റെ അകത്തെയും കോളത്തിൻ്റെ അകത്തെയും എല്ലാ എൻട്രീസും 0 ആയി. സോ ദ നെക്സ്റ്റ് തിങ് ഈസ്, നമ്മൾ ഐഡന്റിറ്റി മെട്രിക്സ് എടുക്കുമ്പോൾ സെക്കൻഡ് റോയിലെ സെക്കൻഡ് എൻട്രി ഷുഡ് ബി ഈക്വൽ ടു 1. ദാറ്റ്സ് ദ നെക്സ്റ്റ് തിങ്. ദ സെക്കൻഡ് entry in the second row should be 1. കാരണം അതാണ് ഐഡന്റിറ്റി മെട്രിക്സിന്റെ പ്രത്യേകത. അപ്പം അതിനു വേണ്ടിയാണ്. അപ്പം ഇവിടെ നമുക്ക് ഈ കോളം ഇങ്ങോട്ട് മാറ്റിയാൽ ഈ എൻട്രി ഇവിടെ വരും. സെക്കൻഡ് റോയിലെ സെക്കൻഡ് എൻട്രി 1 ആവും. ഓക്കെ, സോ ഇത് C2, ദിസ് ഈസ് C3. C2 ഉം C3 ഇന്റർചേഞ്ച് ചെയ്യുക. സോ ദിസ് ഈസ് ഇക്വലന്റ് ടു C2 3. Okay, so 1 0 0, C3 C2 I 0 1 0 0 0 0 0 3 0. ഓക്കെ, ഇനി ഞാൻ ചെയ്യേണ്ടത് സെയിം പ്രോസസ്സ് തന്നെയാണ്. ഈ സെക്കൻഡ് 1 കണ്ടെയ്ൻ ചെയ്യുന്ന റോസിൻ്റെയും കോളത്തിൻ്റെയും ബാക്കി എൻട്രീസ് 0 ആയിരിക്കണം. സോ all other entries containing one should be 0. Other entries means other entries in rows and columns. Okay, so ഇതിൻ്റെ അകത്തെ ഈ 1 കണ്ടെയ്ൻ ചെയ്യുന്ന കോളത്തിൻ്റെ അകത്തെ ബാക്കി എൻട്രീസ് എല്ലാം 0 ആണ്. റോസിൻ്റെ അകത്തെ ഈ എൻട്രി മാത്രം 3 ആണ്. സോ അതിനെ നമുക്ക് എന്താക്കണം? 0 ആക്കണം. അപ്പം എപ്പോഴും ഓർക്കുക, ഈ 1 വെച്ചിട്ട് വേണം ഇതിനെ 0 ആക്കാൻ. സോ ഈ 1 വെച്ചിട്ട് 0 ആക്കുന്നത് എങ്ങനെയാണ്? ഓക്കെ, ഇത് C4 ആണ്. അപ്പോൾ ഇതിനെ -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ ഓക്കെ വി ഗെറ്റ് 0. അപ്പോൾ C2 എന്നുള്ള കോളത്തെ -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് C4ഉമായിട്ട് ആഡ് ചെയ്യുക. സോ C4 ഷുഡ് ബി ഈക്വൽ ടു C4 -3 C1 ഓർ C41 -3. ഇത് ചെയ്താൽ മതി. ഇത് ചെയ്താൽ ഫസ്റ്റ് കോളത്തിന് വ്യത്യാസമില്ല, സെക്കൻഡ് കോളത്തിനും വ്യത്യാസമില്ല, തേർഡ് കോളത്തിനും വ്യത്യാസമില്ല, ഫോർത്ത് കോളം 0 മൈനസ്, അതായത് ഈ കോളത്തിലെ എൻട്രീസിനെ ഫസ്റ്റ് കോളത്തെ എൻട്രിയുമായിട്ട് നമ്മൾ -3 മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണം. സെക്കൻഡ് കോളത്തിൽ ഫസ്റ്റ് കോളത്തിലെ സെക്കൻഡ് കോളത്തിലെ കറസ്പോണ്ടിങ് എൻട്രിയെ -3 മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണം. സോ ഹിയർ 0 -3 into 0. 0 minus 3 into 0, which is 0. 3 minus 3 into 1, 3 minus 3, which is 0. 0 minus 3 into 0, which is 0. Okay. അപ്പോൾ നമുക്കൊരു മെട്രിക്സിൻ്റെ ഫോർമാറ്റ് കിട്ടി, വിച്ച് ഈസ് ആക്ച്വലി I2. ഇത്രയും മെട്രിക്സിനെ I2. ദിസ് അതർ മെട്രിക്സ് ഈസ് 0. I2 0. ദിസ് ഈസ് 0 ആൻഡ് ദിസ് ഈസ് 0. സോ I2 0 0 0 0 എന്നുള്ള ഒരു ഫോമിലാണ് നമുക്ക് മെട്രിക്സ് കിട്ടിയത്. സോ ദിസ് ഈസ് നോർമൽ ഫോം. നോർമൽ ഫോമിലാക്കി കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് മെട്രിക്സിന്റെ ഓർഡറിനെയാണ് നമ്മൾ റാങ്ക് എന്ന് വിളിക്കുന്നത്. സോ റാങ്ക് ഓഫ് എ ഷുഡ് ബി ഈക്വൽ ടു വാട്ട്? 2. ഓക്കെ, സോ ദിസ് ഈസ് ദ ഐഡിയ. അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് ഈ സ്റ്റെപ്പ് പ്രത്യേകം ഓർത്ത് വെക്കുക. നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എൻട്രി ഷുഡ് ബി ഈക്വൽ ടു 1. ദാറ്റ്സ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ്, ആ 1 കണ്ടെയ്ൻ ചെയ്യുന്ന റോസിൻ്റെയും കോളത്തിൻ്റെയും ബാക്കി എല്ലാ എൻട്രീസും ഷുഡ് ബി 0 ആയിരിക്കണം. അതാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യാൻ വേണ്ടി വി ക്യാൻ യൂസ് റോ ട്രാൻസ്ഫോർമേഷൻ ഓർ കോളം ട്രാൻസ്ഫോർമേഷൻ, എനിത്തിങ് വാട്ട് വി വാണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ഫസ്റ്റ് എൻട്രി 1 ആയതുകൊണ്ട് ഈ 1 വെച്ചിട്ട് വേണം താഴത്തെ എൻട്രീസ് എല്ലാം 0 ആക്കാൻ, സൈഡിലെ എൻട്രീസും 0 ആക്കാൻ. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ 1 0 0 0 1 താഴോട്ട് 0 എന്ന് കിട്ടി. അടുത്ത് ചെയ്യേണ്ട സെക്കൻഡ് റോയിലെ സെക്കൻഡ് എൻട്രി എന്ത് ചെയ്യണം? സെക്കൻഡ് റോയിലെ സെക്കൻഡ് എൻട്രി ഷുഡ് ബി ഈക്വൽ ടു സെക്കൻഡ് എൻട്രി ഇൻ ദ സെക്കൻഡ് റോ ഷുഡ് ബി ഈക്വൽ ടു 1.
ആ സെക്കൻഡ് റോയിലെ സെക്കൻഡ് എൻട്രി എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഓക്കെ, അതിനുവേണ്ടി ട്രാൻസ്ഫോർമേഷൻ ചെയ്യുക. എന്നിട്ട് ചെയ്യേണ്ടത് ആ 1 കണ്ടെയ്ൻ ചെയ്യുന്ന എൻട്രീസിൻ്റെ അകത്തെ കോളത്തിൻ്റെ അകത്തെയും റോസിൻ്റെ അകത്തെയും ബാക്കി എല്ലാ എലമെന്റ്സും 0 ആയിരിക്കും. അത് ചെയ്യേണ്ടത് ഈ 1 വെച്ചിട്ട് വേണം ബാക്കി എല്ലാ എൻട്രീസിനെയും 0 ആക്കാൻ. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടുമെങ്കിൽ സ്റ്റോപ്പ് ഇറ്റ്. അതർവൈസ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? തേർഡ് റോയിലെ തേർഡ് എൻട്രിയെ എന്താക്കണം? 1 ആക്കണം. എന്നിട്ട് അത് കണ്ടെയ്ൻ ചെയ്യുന്ന നമ്മൾ റോസിൻ്റെ അകത്തെയും കോളത്തിൻ്റെ അകത്തെയും ബാക്കി എൻട്രീസ് എല്ലാം 0 ആക്കണം യൂസിങ് ദാറ്റ് എൻട്രി. ഓക്കെ, സോ വി ക്യാൻ ജനറലൈസ്. Okay, the steps. First step is the first entry in the first row should be 1. Okay, second thing, all other entries in the row and column containing this one, ഞാൻ ചുമ്മാ A11 എന്ന് കൊടുക്കുകയാണ്. This one A11 should be 0. ഓക്കെ, അതായത് ഫസ്റ്റ് റോയ്ക്കകത്തെയും ഫസ്റ്റ് കോളത്തിൻ്റെ അകത്തെയും ബാക്കി എല്ലാ എൻട്രീസും 0 ആയിരിക്കണം. തേർഡ് step is the second entry in the second row should be 1. Okay, ഇനി നമ്മൾ A22 എന്ന് കൊടുക്കുന്നു. Next step is all other entries in the row and column containing this one, which is A22, should be 0. Okay, പ്രത്യേകം ശ്രദ്ധിക്കുക, convert it into 0 using what? A11 യൂസ് ചെയ്യും. ഇവിടെ A11 ഈ 1 യൂസ് ചെയ്തിട്ട് വേണം ബാക്കി എല്ലാം 0 ആക്കാൻ. ഹിയർ ഓൾസോ കൺവേർട്ട് ഇറ്റ് ഇൻറ്റു 1 into 0 using A22. Okay, and next step is the third entry in the third row should be 1. And similarly, all other entries in the row containing this A33 എന്ന് കൊടുക്കുകയാണ്. This one should be equal to 0 and continue like this. Okay, ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് നോർമൽ ഫോം കിട്ടും. നോർമൽ ഫോം ഈ സ്റ്റെപ്പ് അതേപോലെ തന്നെ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് റോ ട്രാൻസ്ഫോർമേഷനും കോളം ട്രാൻസ്ഫോർമേഷനും യു ക്യാൻ യൂസ് ഇറ്റ്. ഓക്കെ, താങ്ക് യു.